സോഫിയ, സോഫിയ. ഞാൻ എത്ര പറഞ്ഞതാ വരണ്ടാന്ന്? കാണണമെന്ന് തോന്നി, വന്നുപോയില്ലേ? എന്തിനാ പേടിക്കുന്നേ? ഈ മാസത്തിൽ തന്നെ നമ്മുടെ കല്യാണം നടത്തിയ പോരെ? എനിക്ക് ആരും ഇല്ലാത്തതാ. അതുകൊണ്ടല്ലേ ഞാൻ സോഫിയെ ഇഷ്ടപ്പെട്ടത്. പൊയ്ക്കോളൂ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചെല്ലേ, പോട്ടെ. കഥ അടച്ചോ. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ സോഫിയ അവന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. നീ വിവാഹിതനല്ലേ? പറയടാ. അതെ. ഹലോ. റോക്കി സാറും മനുഷ്യച്ച് പുറത്തു പോയി. അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി. ശശാങ്കേട്ടനാണല്ലേ? ശരി.
അവര് വന്ന വിളിക്കാൻ പറയട്ടോ. ആ ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? ആ ഇനി TV വെക്കാം, നല്ല തമാശ സീരിയൽ കാണും. ആ. സമയം പോക്കിന് TV വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് ഒടുക്കത്തെ പ്രേത സീരിയല്. ഒരു പ്രേതം, ഒരു പ്രേതം. അല്ല, ഒരു സോഡ, സോഡ. എടാ ഹരി, എടാ ഹരി, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ നിനക്ക്? 5-6 മാസമായി ഞാനിവിടെ വിട്ടിട്ട്. പിന്നെ എങ്ങനെ കാണാനാ? നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ല. ആ അത് ശരിയാ. നിനക്ക് എന്താ സുന്ദര പറ്റിയത്? ഒന്നും പറയണ്ട, ആ റോക്കി സാറിന്റെ ബംഗ്ലാവേ കട്ട പുകയാ. അതെന്താ, തീ പിടിച്ച? അതല്ലടാ, ആ ബംഗ്ലാവ് മുഴുവൻ പ്രേതത്തിന്റെ ശല്യം കാരണം മനസ്സമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഇനി സമാധാനമായിട്ട് TV വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് മുഴുവൻ 7 പാല 10 പാല തുടങ്ങിയ ഒടുക്കത്തെ പ്രേത സീരിയൽ. ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും എന്റെ ദൈവമേ? ചേട്ടാ, ഇതൊക്കെ വേറെ അന്ധവിശ്വാസമല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിൽ നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ വല്ലയിടത്തും ഉറങ്ങാൻ പോയി. അയ്യോ, നീ എന്തിനാ വഴി കിടക്കുന്നത്? നിനക്ക് എന്റെ വീടില്ലേ? നമുക്ക് 2 സ്മോളൊക്കെ അടിച്ച് സംസാരിച്ചിരിക്കാം. സ്വന്തം വീടാന്ന് കരുതി. അത് കൊള്ളാം, അത് കൊള്ളാം. സ്വർണ്ണ കാശി ബാക്കി വെച്ചോ. വാ, ഇതാണ് എന്റെ വീട്. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ എന്ത്? എന്താടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാകെ തകർന്നു പോയി. ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് കടം കയറിയപ്പോ ഒരു ദിവസം അച്ഛൻ അച്ഛനെ വിളിച്ച് കൊതി തീർന്നിട്ടില്ലടാ. ആ റൂമിൽ കിടന്ന അച്ഛൻ വിഷം കഴിച്ച് മരിച്ചത്. നോക്കടാ, അതാ അച്ഛന്റെ ഫോട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് എന്റെ രാധമോളായിരുന്നു. രാധയും രാമുമായിട്ടുള്ള പ്രേമം നിനക്കറിയാലോ. അവൻ എന്റെ പെങ്ങളെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. അവന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ രാധമോള് ആ മുറിയിലാ കെട്ടി തൂക്കിയത്. നീ ആ ഫോട്ടോയിലൊക്കെ ഒന്ന് നോക്കി. ഇപ്പോഴും എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കുന്ന പോലെ തോന്നും. ആ, നീ ആകെ പേടിച്ചു പോയല്ലേ? ഞാൻ നിന്റെ സകല മൂടും കളഞ്ഞു. ആ പിന്നെ ഇതാണ് എന്റെ ഫോട്ടോ. എന്താടാ നീ നോക്കുന്നത്? മരിച്ചവർ ഇതുവരെ കാണാത്ത പോലെ.